ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ വന്നത് ഒരു മീൻ തിളപ്പിച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് വേണ്ടത് കുറച്ച് ഉലുവയാണ്. ഒരു 1/4 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. ഉലുവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് വേണ്ടത് ചുവന്ന ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയാണ്. ചുവന്നുള്ളി കുറച്ച് കൂടുതൽ തന്നെ ചതച്ചിട്ട് കൊടുത്താൽ അത്രയും ടേസ്റ്റ് കൂടും. വെളുത്തുള്ളി കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അതൊന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചതാണ് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് മൂത്ത് വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ മീൻ തിളപ്പിച്ചത് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. നല്ല ടേസ്റ്റും കേട്ടോ ഈ കറി. അതിരിക്കും തോന്നുന്നു നല്ല ടേസ്റ്റ് ഇങ്ങനെ കൂടി വരും. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും അതുപോലെ ദോശയുടെ കൂടെ ഒക്കെ ആണെങ്കിലും ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ദോശ കഴിക്കുന്നവരാണെങ്കിൽ അതുപോലെ മീൻകറി ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മളെ ദോശയ്ക്ക് നമ്മൾ കഴിക്കുന്ന വെള്ള ചട്നി ഇല്ലേ, അതും ഈ മീൻകറിയും കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു 3 പച്ചമുളക് ഇതുപോലെ നടുക്ക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ചട്നിയും മീൻകറിയും കൂടി കഴിക്കുന്നത് വെള്ള ചട്നി നമ്മൾ സാധാരണ വെള്ള ചട്നി ഇല്ലേ തേങ്ങ അരച്ചിട്ടുള്ളത്, അതും അതുപോലെ തന്നെ ഈ മീൻകറി എന്നല്ല ഏത് മീൻകറി ആണെങ്കിലും അതും മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ഒരേ ടേസ്റ്റ് ഇഷ്ടമാവണമെന്നില്ല കേട്ടോ, പക്ഷേ ഞാൻ കഴിക്കാറുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കഴിക്കാത്തതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ കഴിക്കാം. ടേസ്റ്റ് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ നിങ്ങൾ കഴിക്കേണ്ട കേട്ടോ. ഞാൻ മീൻകറി ഉണ്ടാക്കുന്ന ടൈം ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഉള്ളിലേക്ക് മൂത്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തത്. കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ അതന്നെ ഇട്ട് കൊടുക്കാൻ നോക്കുക. ഒരു കളറും കാര്യങ്ങളും ഒക്കെ കിട്ടും. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാനതിൽ ചേർത്ത പച്ചമുളകൊന്നും അധികം എരിവില്ലാത്തതാണ്. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി അല്ല, അതും അധികം എരിയില്ല, കളറ് നമുക്ക് നന്നായിട്ട് കിട്ടും. ഇനി ഞാൻ ഇട്ട് കൊടുത്തത് ഒരു മീഡിയം സൈസ് 2 തക്കാളിയാണ്. തക്കാളി കുറച്ച് കൂടുതലിട്ട് കൊടുക്കണം. നമ്മൾ നല്ല ചെറുതാണെങ്കിൽ ഒരു 3-4 ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി. ഇനി നമ്മൾ തക്കാളി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ചേർക്കേണ്ടത് സുർക്കയാണ് കേട്ടോ. ഇതിൽ പുളി നമ്മൾ ചേർക്കുന്നില്ല. നമ്മളിതിൽ മെയിനായിട്ട് തക്കാളിയും അതുപോലെ തന്നെ സുർക്കയാണ് കേട്ടോ ചേർക്കുന്നത്. സുറുക്ക് ഞാനങ്ങനെ സ്ട്രെയിറ്റ് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് പുളിയൊക്കെ ഒന്ന് നോക്കാം. നിങ്ങൾക്ക് കുറവാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്താൽ മതി. പുളി കറക്റ്റ് ആണെങ്കിൽ പിന്നെ നിങ്ങൾ സുറുക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഒരു ഒഴിച്ച് കൊടുത്തതിന് ശേഷമാണ് പുളിയൊക്കെ നോക്കിയതിന് ശേഷം കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഒരു ഫ്ലെയിമൊക്കെ ഒരു മീഡിയത്തിലിട്ടിട്ട് നമുക്കിത് അടച്ചിട്ട് വേവിക്കണം. അതിൻ്റെ മുന്നേ കുറച്ച് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് നമ്മളിത് ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. ഇപ്പോൾ വെള്ളം ഒഴിക്കേണ്ട. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. നമ്മളെ തക്കാളിയൊക്കെ കുറച്ച് ഉടഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ തക്കാളി ഫുള്ളായിട്ട് അങ്ങനെ ഉടച്ചെടുക്കില്ല കേട്ടോ. കാരണം നമുക്ക് ആ കറിയിൽ കൂടെ ആ തക്കാളിയും ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് ഉടച്ചിട്ടുണ്ട്, കുറച്ച് അങ്ങനെ ഉടയാതെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഫുള്ള് ഉടച്ചെടുക്കണമെങ്കിൽ ഒന്നുകൂടി തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്ക് ചോറിൻ്റെ കൂടെ ഈ തക്കാളി മീനില്ലെങ്കിലും തക്കാളിയും ചോറും കൂടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ മീൻകറിയിലെ തക്കാളി ചോറും കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഞാനിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം കുറച്ച് കൂടുതൽ വേണം. കാരണം നമ്മൾ ഈ കറി പറഞ്ഞാൽ വെള്ളം പോലെ ഉണ്ടാവുക കേട്ടോ. ഒരുപാട് തിക്കിലൊന്നും ഉണ്ടാവും. നമ്മൾ സാധാ മീൻ കറി പോലെ കുറുകിയിട്ടൊന്നല്ല ഇരിക്കുക. ഒരു കുറച്ച് ലൂസായിട്ടാണ് നമുക്ക് ഈ കറി കിട്ടേണ്ടത് കേട്ടോ. അതായത് മീൻ തിളപ്പിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലൂസിലാണ് ഈ കറി ഇരിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മീനിട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മത്തിയാണ്. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഇതുപോലെ ചെയ്യാം കേട്ടോ. അയില എടുക്കുക, അതുപോലെ മാന്തള മീനില്ലേ അത്, മുള്ളൻ, എല്ലാ മീനും നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല കുറച്ച് വലിപ്പമുള്ള മീനാണ് എടുത്തിരിക്കുന്നത്. നെയ്മത്തിയൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ. അതുപോലെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഏത് മീൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. ഇന്ന മീൻ എന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് മീനാണുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഞാൻ മത്തിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് വലിപ്പമൊക്കെ ഉള്ള നെയ്യുള്ള മത്തിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വല്ലാതെ സ്പീഡിലിട്ട് ഇളക്കി കൊടുക്കേണ്ട, മെല്ലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് നോക്കണം. ഇത് ഇളക്കി കൊടുത്ത് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉപ്പിട്ടില്ല, അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അതിട്ട് കൊടുത്തതിന് ശേഷം ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന്
അടച്ചു വെച്ച് നമുക്കത് വേവിക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുത്താൽ മതി. ഇത് നമ്മൾ നല്ല കറിയൊക്കെ തിളച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലാണ് കേട്ടോ തുറക്കുമ്പോൾ തന്നെ വരിക. നമുക്കത് വല്ലാതെ സ്പോട്ട് തിളക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചുഴറ്റി കൊടുത്താൽ മതി, അല്ലെങ്കിൽ മെല്ലെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താലും മതി കേട്ടോ. കറി തിളച്ച് മീൻ വന്നതിന് ശേഷം ഒരുപാട് ഇളക്കരുത് കേട്ടോ, മീൻ പൊട്ടിപ്പോവും. ഇനി നമ്മൾ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും അതിൻ്റെ മേലെ തന്നെ തൂങ്ങി നമുക്ക് ഇത് അടച്ചു വയ്ക്കാം കേട്ടോ. പിന്നെ ഇളക്കേണ്ട ആവശ്യമില്ല, അടച്ചു വയ്ക്കുക. പിന്നെ നമ്മൾ എപ്പോഴാണ് കഴിക്കാൻ എടുക്കുന്നത് അപ്പം മാത്രമേ നമ്മൾ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ആ സ്പൂണിൽ എണ്ണ ഉണ്ട്, അതുകൊണ്ടാണ് അതിലിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തത്. നമുക്കിത് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് കഴിക്കുന്ന നേരത്തെ തുറന്ന് നോക്കുക. നല്ല സൂപ്പർ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ, ഉണ്ടാക്കാനും എളുപ്പമാണ്. ഇനി നമുക്കിത് വേണമെങ്കിൽ ഇപ്പോൾ കുറച്ച് ലൂസായിട്ടുള്ളത് ലൂസായിട്ട് തന്നെ നമുക്ക് ഈ കറി കിട്ടേണ്ടത് കേട്ടോ. ഇനി കുറച്ച് നമ്മൾ വ്യത്യാസമൊക്കെ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ടാവും. പക്ഷേ ലൂസ് പോലെ നമുക്ക് ടേസ്റ്റ് നമുക്ക് ദോശയുടെ കൂടെ ആണെങ്കിൽ അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിൽ ചോറിൻ്റെ കൂടെ ആണെങ്കിൽ വേറെ ഒന്നും വേണ്ട കേട്ടോ. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കുമ്പോൾ ഈ മീൻകറി മാത്രം മതി. മീൻകറി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ കറി മാത്രം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.